യൂത്ത് കോൺഗ്രസിന്റെ പണപ്പിരിവാണല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള വിഷയം. അത് നമ്മളാരും ഉയർത്തിയതല്ല, മാധ്യമങ്ങളല്ല ഉയർത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അവരുടെ സംസ്ഥാന പഠന ക്യാമ്പിലാണ് നേതൃത്വത്തിനെതിരെ ഇത്ര വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. പിടിച്ച പണം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് കേസാകുന്നു. ഒരു അഭിഭാഷക കൊച്ചി സെൻട്രൽ പോലീസിൽ അതിനെതിരെ പരാതി കൊടുക്കുന്നു. യൂത്ത് കോൺഗ്രസുകാർ ജനങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തി 82 ലക്ഷം രൂപ പണപ്പിരിവ് നടത്തുന്നു. ഓരോ നിയോജക മണ്ഡലം 2 ലക്ഷം രൂപ വീതം പിരിച്ചു തരണമെന്ന കോൺഗ്രസ് നേതൃത്വം പറയുന്നു. അതിൻ്റെ കണക്കുകൾ എവിടെയെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്? ഘോരം പ്രസംഗിക്കുന്ന ആളാണല്ലോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ. ഇപ്പോഴൊന്നും മിണ്ടാനില്ല അവർക്കൊന്നും. വിനിഷ, ഈ വാർത്ത പുറത്തു വരുന്നത് വിനിഷ മുഖവരിയായി പറഞ്ഞതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പ് ആലപ്പുഴയിൽ വെച്ച് നടന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ തന്നെയാണ് ഈ ചോദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തോട്, സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിച്ചത്. അതിൽ വ്യക്തമായ മറുപടി സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെ നൽകാൻ കഴിഞ്ഞില്ല. ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് 83 ലക്ഷം രൂപ സംസ്ഥാനത്തെ വിവിധ കമ്മിറ്റികളിൽ നിന്ന് പിരിഞ്ഞു കിട്ടി. 2.5 കോടി രൂപ പിരിച്ചെടുത്ത് 30 വീടുകൾ വച്ച് നൽകണമെന്നതായിരുന്നു സംഘടനയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചത്. എന്നാൽ ആ പണം പിരിഞ്ഞു കിട്ടിയില്ല എന്നൊരു ഒറ്റ മറുപടിയിലാണ് അദ്ദേഹം ഒതുക്കിയത്. ഇനി എങ്ങനെയാണ് ആ പരിപാടി സംഘടിപ്പിക്കുക? 30 വീടുകൾ വച്ച് നൽകാൻ കഴിയുമോ? അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇത്തരം ചോദ്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോ കോൺഗ്രസ് നേതൃത്വമോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിനെ മാത്രമല്ല, കോൺഗ്രസിനെ ആകെ വെട്ടിലാക്കിയ ഒരു സംഭവമാണ്. ഒരു ദുരന്ത സമയത്ത് പിരിച്ചെടുത്ത തുക പോലും വകമാറ്റി പോകുന്നു. അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. അത് ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറഞ്ഞ വയനാട് ദുരന്ത ഭൂമിയിൽ നിന്നാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല, ആ പ്രഖ്യാപനത്തിൽ അദ്ദേഹം 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഒന്ന്, 50 വീടുകൾ താൽക്കാലികമായി താമസിക്കാനുള്ള 50 വീടുകൾ ഒപ്പം ഒരുക്കി കൊടുക്കും. ഒപ്പം വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ, എന്നിപ്പോൾ MBBS-നോ മെഡിസിനോ ഒപ്പം തന്നെ മറ്റ് പ്രൊഫഷണൽ കോഴ്സിനോ പോവുകയാണെങ്കിൽ അതുവരെയുള്ള പഠന ചെലവ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ഇത് രണ്ടും ചെയ്തതായി അനുഭവം വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 30 വീടുകൾ വച്ച് നൽകുമെന്നതാണ്. അതിൽ ഒരു തരത്തിലുള്ള ശ്രമവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ബ്ലോക്കുകളിൽ നിന്ന് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക വന്നിട്ടുണ്ട്, അതിൻ്റെ രേഖകളുണ്ട് എന്നതാണ് ഭാരവാഹികൾ പറയുന്നത്. അതിൻ്റെ രേഖകൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇതിലെന്താണ് ഫണ്ട് വകമാറ്റി എന്ന പിന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോൾ അതിന് ഈ തുക വകമാറ്റി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത പറയുന്നുണ്ട്. അവർ ഇന്ന് ഇത് സംബന്ധിച്ച രേഖകളുമായി മാധ്യമങ്ങളെ കണ്ട് വിശദീകരണം നൽകും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ എന്നിരുന്നാലും വലിയ തരത്തിലുള്ള അസ്വാരസ്യമുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ തന്നെ ഉയർന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ഇതുവരെ മറുപടി പറയാൻ കഴിയുന്നില്ല. മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും ഇതുവരെ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. വിനിഷ, പണപ്പിരിവുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങളും യൂത്ത് കോൺഗ്രസ് ഇതിനോടകം തന്നെ കേട്ടതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പങ്കെടുത്ത ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക രഞ്ജിതയ്ക്ക് അവരുടെ ചികിത്സാ സഹായ ഫണ്ട് അത് തനിക്ക് ലഭിച്ചില്ല എന്ന പരാതി പറഞ്ഞത് രഞ്ജിത തന്നെയാണ്. അത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പണപ്പിരിവ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്ന പരാതികൾ. ഈ പരാതികളൊക്കെ നിലനിൽക്കുമ്പോഴും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അന്ന് നിർഭൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിൽ വെച്ച് പറഞ്ഞത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു. സമയം ഇനി എപ്പോഴാണ് നിർഭൻ? കാരണം ഒരു വർഷമാകാറായി. ജൂലൈ 30-ന് കവളപ്പാറ ദുരന്തത്തിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ 1-ാം വാർഷിക ദിനമാണ്. ഒരു വർഷമായി കഴിഞ്ഞു ആ ദുരന്തമുണ്ടായിട്ട്. അതിജീവനത്തിൻ്റെ പാതയിലാണ് ആ മനുഷ്യന്മാരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അനീതി. ഈ അനീതിക്ക് കാലം നിങ്ങളോട് മറുപടി ചോദിക്കുമെന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്ന പല പ്രതികരണങ്ങളും നമ്മളുടെ കൈവശം തന്നെ ഉണ്ട്. അല്പസമയത്തിനകം തന്നെ ഞാനത് പ്രേക്ഷകരിലേക്ക് തന്നെ എത്തിക്കാം. അപ്പോൾ അത്തരത്തിൽ കാലം ഈ അനീതികേടിന് മറുപടി എന്തായാലും നിങ്ങളോട് ചോദിക്കുമെന്ന് തന്നെ പറഞ്ഞു വെക്കണം രാഹുൽ മാങ്കൂട്ടത്തിനോട്. വിനിഷ, ഇക്കാര്യങ്ങളിൽ ജനം സ്വാഭാവികമായി വിലയിരുത്തുമെന്ന കാര്യം ഉറപ്പാണ്. റീൽസ് ഇട്ടും ഈ മാധ്യമങ്ങളുടെ മീഡിയ ചർച്ചകളിലും ചാനൽ ചർച്ചകളിലും പറയുക മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് കാട്ടേണ്ട ഉത്തരവാദിത്തം ഭാവി തലമുറയെ പ്രതികരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾക്കുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് കോൺഗ്രസിനെ പോലെയല്ല. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ യുവജന നേതാക്കളാണ്. വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ തന്നെ ഭാവി കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയൊക്കെ പ്രതീക്ഷയാണ്. അവരിൽ നിന്ന് ഇത്രയും ഒരു നെഗറ്റീവായിട്ട്
ആയിട്ടുള്ളൊരു അപ്രോച്ച് ആരും പ്രതീക്ഷിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, യൂത്ത് കോൺഗ്രസ് DYFI ആണ് ആദ്യം 25 വീട് പ്രഖ്യാപനം നടത്തുന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് 5 വീട് കൂടി കടത്തി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് വച്ച് നൽകുമെന്ന് പറയുന്നത്. DYFI 25 പറഞ്ഞു. അവർ 20 കോടി രൂപ കേരളത്തിൽ നിന്ന് ആക്രി പറക്കി വിറ്റും മത്സ്യം വിറ്റും ചായ വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തിയും വീട് വീടാന്തരം കയറി ഇറങ്ങി ജനങ്ങളോട് അഭ്യർത്ഥിച്ചുമൊക്കെ 20 കോടി രൂപ കളക്ട് ചെയ്തെടുത്തു, കേരളത്തിൽ നിന്ന് പിരിച്ചെടുത്തു. അതിൽ 100 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൈമാറി അവരുടെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഏറ്റവും പ്രതിജ്ഞാബദ്ധമായ ഒരു സംഘടന DYFI മാതൃകാപരമായി നിൽക്കുമ്പോഴാണ് റീൽസിലും ഒപ്പം തന്നെ ഈ മാധ്യമങ്ങളുടെ ചാനൽ മുറികളുടെ ചർച്ചകളിലും മാത്രം പങ്കെടുത്ത് നാട്ടിൽ ജനകീയ പ്രവർത്തനം നടത്താമെന്ന് വിശ്വസിക്കുന്ന യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനം നടത്തി ഇങ്ങനെ വിനിഷ പറഞ്ഞതുപോലെ ഏകദേശം 1 വർഷം പിന്നിടേണ്ട സമയമായിട്ട് പോലും ഒരു പടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല അതിൻ്റെ ഫണ്ട് പിരിവ് സംസ്ഥാനത്ത് വ്യാപകമായി നടത്തുകയും അതിൻ്റെ കണക്ക് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ തന്നെ ചോദിക്കുമ്പോൾ കണക്ക് വയ്ക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നുമില്ല. ഇത് ജനങ്ങൾ സ്വാഭാവികമായി വിലയിരുത്തും. അതുകൊണ്ട് സംഘടനകളെയും പ്രതിജ്ഞാബദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യരെയും അതിൻ്റെ നേതൃത്വത്തെയും ജനങ്ങൾ സ്വാഭാവികമായും താരതമ്യം ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. വിനിഷ. നിർവൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.